ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ്. അടുത്ത പോയിൻ്റാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ മെത്തേഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് നമ്മൾ NPV കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് പറഞ്ഞു, രണ്ട് തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോജക്റ്റുകളെ നമുക്ക് കമ്പയർ ചെയ്യൽ എളുപ്പമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പ്രോജക്ട്സ് ഹാവിങ് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ, അതായത് ഇപ്പം പ്രോജക്റ്റ് A 50,000 പ്രോജക്റ്റ് B 1,00,000 ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്ന് കിട്ടുന്ന ഇൻഫ്ലോ വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും NPV കാണൽ സാധ്യമല്ല. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് എന്നിവിടെ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ബെനിഫിറ്റ്സ് ടു കോസ്റ്റ്. കാരണം ഇതിൻ്റെ പേരിലേ പറയുന്നുണ്ടല്ലോ, ബെനിഫിറ്റ് കോസ്റ്റ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടുന്നുള്ളതും നമുക്ക് അതിലേക്ക് എത്ര ഇറക്കണം, അതിൻ്റെ ചിലവ് എന്താണെന്നുള്ളത് നോക്കുന്നതാണ് ഈ ഒരു റേഷ്യോ പ്രകാരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മളിലേക്ക് വരുന്ന ക്യാഷ്. കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന കാശ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ക്യാഷ് ഇൻഫ്ലോൻ്റെയും ഔട്ട്ഫ്ലോൻ്റെയും റേഷ്യോ നോക്കുക, ബെനിഫിറ്റും കോസ്റ്റും തമ്മിൽ. അതിനെയാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ടു ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. അപ്പോൾ രണ്ട് ക്യാഷിൻ്റെയും പ്രസൻറ്റ് വാല്യൂ എടുക്കുക, അന്നതിന് ശേഷമാണ് നമ്മൾ ആ റേഷ്യോയിലേക്ക് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് റിട്ടേൺസ് ആണ്, പ്രസൻറ്റ് വാല്യൂ ഓഫ് റിട്ടേൺസ് ആണ് ഇത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ പറഞ്ഞ വേറൊരു പേരാണ് ഡിസ്കൗണ്ടഡ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് യൂസ്ഫുൾ ആവുന്നത് ആർക്കാണ്, ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ ഉള്ള, അതായത് രണ്ട് വ്യത്യസ്ത ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടിയ പ്രോജക്റ്റുകളെ കമ്പയർ ചെയ്യാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പ്ലെയിൻ ദ NPV പൊസിഷൻ ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് NPVയുടെ പൊസിഷനും കൂടി അറിയാൻ പറ്റും. ദാറ്റ് ഈസ് ഇഫ് PI ഈക്വൽ ടു 1, അതായത് നമുക്കിപ്പോൾ ഈ ഒരു പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ചെയ്യുമ്പോൾ അത് നമുക്ക് 1ന് ഈക്വൽ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അവിടെ പറയാൻ പറ്റും ഇതും NPVയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. PI പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, ഇതാണ് ഷോർട്ടാക്കി പറയുന്നത്. അപ്പോൾ PI മെത്തേഡിലൂടെ നമുക്ക് ഏതും അറിയാൻ പറ്റും, NPVയുടെ പൊസിഷനും അറിയാൻ പറ്റും. എങ്ങനെ അറിയാം, നമുക്ക് ചെയ്ത് കിട്ടുന്ന ആൻസർ ഈക്വൽ ടു 1 ആണെങ്കിൽ അവിടെ NPV എന്താണെന്നാണ് പറയുന്നത്, ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി ഗ്രേറ്റർ ദാൻ 1 ആണ് കിട്ടുന്നതെങ്കിൽ NPV അവിടെ പോസിറ്റീവാണ്. ലെസ് ദാൻ 1 ആണ് കിട്ടുന്നതെങ്കിൽ NPV അവിടെ നെഗറ്റീവാണ്. ഈ 3 കാര്യം PIയിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതിൽ പ്രത്യേകിച്ച് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസൻറ്റ് വാല്യൂ ഓഫ് എ പ്രൊജക്റ്റ് ഈസ് കമ്പയർഡ് അഗെയിൻസ്റ്റ് ഇറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണോ പ്രൊജക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിട്ടേണിനെ നമ്മൾ പ്രസൻറ്റ് വാല്യൂവിൽ കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ